ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ KS സിലബസിൽ നോക്കിയിരുന്ന ക്ലൈമറ്റോളജി അല്ലെങ്കിൽ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ്. അതായത് റിഗാർഡിംഗ് ദ മൂവ്മെന്റ് ഓഫ് എർത്ത്, അതെങ്ങനെ സീസൺ പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെ ബേസിക് ആയ എർത്തിന്റെ മൂവ്മെന്റ്, അതേപോലെ തന്നെ എർത്തുമായി ബന്ധപ്പെട്ടുള്ള ലൈൻസ്, ഇപ്പോൾ പാരലൽ ലൈൻസ്, ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ലൈൻസ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട്. സോ എർത്ത് ബേസിക്കലി വി നോ ദാറ്റ് എർത്തിനെ പറ്റി ഒരു 4 പോയിന്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് എർത്ത്? എർത്തിന്റെ ഷേപ്പ് എന്താണ്? ബേസിക്കലി സ്പിയർ എന്നുള്ള ഷേപ്പ് പറയുമായിരിക്കും. ബട്ട് ടു ബി മോർ എക്സാക്ട് വി കുഡ് സേ ദാറ്റ് എർത്ത് ഇസ് എ ജിയോയിഡ്. എർത്ത് ഒരു ജിയോയിഡ് ആണെന്ന് പറയാം. സോ ജിയോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹാവിങ് സംതിങ് പ്ലെയിൻ, രണ്ട് സൈഡിലും അല്ലെങ്കിൽ രണ്ട് പോൾസ് എന്ന് പറയുന്ന ഭാഗത്തും ഒരു ഫ്ലാറ്റ് സർഫസും, ടുവേർഡ് ദി സെന്റർ വി ആർ ഹാവിങ് എ കർവേച്ചർ. ഓക്കെ, ആ ഒരു രീതിയിലുള്ള ഷേപ്പാണ് എർത്തിനുള്ളത്. സോ വി കോൾ എർത്ത് ആസ് എ ജിയോയിഡ്, നോട്ട് എ സ്ഫിയർ. സെക്കൻഡ്ലി, ഇഫ് യു ലുക്കിംഗ് അറ്റ് ദി മൂവ്മെന്റ് ഓഫ് എർത്ത്, രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് നമ്മൾ ബേസിക്കലി പറയും. ഫസ്റ്റ് വൺ ഇസ് റൊട്ടേഷൻ, സെക്കൻഡ് വൺ ഇസ് റെവല്യൂഷൻ. ദാറ്റ് മീൻസ് എർത്തിന് ഒരു ആക്സിസ് ഉണ്ട്, ആ ആക്സിസിൽ നിന്നുകൊണ്ട് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. സോ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? ഇഫ് ദിസ് ഈസ് ഈസ്റ്റ്, ദിസ് ഈസ് വെസ്റ്റ്, we can say that earth is rotating from west to east. ഓക്കെ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ്. സോ ആ വെസ്റ്റ് ടു ഈസ്റ്റിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചാലോചിച്ചാൽ മതി. അതായത് നമുക്കറിയാം സൺ സ്റ്റേഷനറി ആണ്, എർത്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഡേയും നൈറ്റും ഉണ്ടാവുന്നത്. സോ സ്റ്റേഷനറി ആയ സൺ നമുക്ക് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനർത്ഥം നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം കറങ്ങുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അതാണ് എർത്തിന്റെ റൊട്ടേഷനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് റൊട്ടേഷൻ വി ആർ ഹാവിംഗ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് വി നോ ദാറ്റ് റെവല്യൂഷൻ. അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനൊപ്പം എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഇറ്റ്സ് ഹാവിംഗ് ഒരു ഡെഫിനിറ്റ് പാത്തിലാണ്. നമ്മളതിനെ ഓർബിറ്റ് ഓഫ് എർത്ത് എന്ന് പറയും. സോ വി നോ ദാറ്റ് 1 കംപ്ലീറ്റ് റെവല്യൂഷൻ ആണ് നമ്മൾ ബേസിക്കലി ഒരു ഇയർ ആയിട്ട് കണക്കാക്കുക, അല്ലെ? 365 ഡേയ്സ് വേണമെന്ന് പറയും. സോ ആ റെവല്യൂഷൻ റിസൾട്ട് ആയിട്ട് വാട്ട് വി ആർ ഹാവിംഗ് സീസണൽ സൈക്കിൾസ് ഓഫ് ചേഞ്ച് ഇൻ സീസൺസ്. ഇപ്പോൾ സമ്മർ, വിന്റർ, ഓട്ടം, സ്പ്രിംഗ് എന്നൊക്കെ പറയുന്ന പോലെ സീസണൽ ചേഞ്ചസ് ഉണ്ടാവും. ഫോർത്ത് വൺ ഈസ് ഇൻക്ലിനേഷൻ. ഓക്കെ, ഇവിടെ ഇൻക്ലിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ആദ്യം ജിയോയിഡിന്റെ ഷേപ്പ് പറഞ്ഞപ്പോൾ എർത്തിനെ വരച്ചത് ആക്സിസ് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അല്ലെങ്കിൽ സ്ട്രേറ്റ് ആയിട്ടൊരു ആക്സിസ് ആയിട്ടാണ് വരച്ചത്. ബട്ട് എർത്ത് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഓക്കെ, എർത്തിന്റെ ആക്സിസിന് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഇത്തരത്തിൽ ഇൻക്ലൈൻഡ് ആയ ആംഗിളിലാണ് ആ ഒരു ആക്സിസ് ഉള്ളത്. സോ ദ ഇൻക്ലിനേഷൻ ഈസ് ഫോർ അറൌണ്ട് 23.5 ഡിഗ്രി. സോ എർത്ത് ആക്സിസ് ഇസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് an angle of 23.5 ഡിഗ്രി or 23.5 ഡിഗ്രി. സോ ഇത്രയും കാര്യങ്ങൾ എർത്തിന്റെ സീസൺസിനെ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ദ ഷേപ്പ് ഓഫ് എർത്ത്, ദാറ്റ് ഇസ് എ ജിയോയിഡിക്കൽ ഷേപ്പ്, ഇറ്റ്സ് എർത്ത്സ് റൊട്ടേഷൻ, എർത്ത്സ് റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ. ഓക്കെ, ഈ 4 പോയിന്റ് പുറത്ത് നമ്മൾ എർത്തിലെ കാര്യങ്ങൾ പഠനം കുറച്ചുകൂടി സുഗമമാക്കാനായിട്ട് വി ഹാവ് ഡ്രോൺ സം ഇമാജിനറി ലൈൻസ്. സോ നമുക്ക് എർത്തിലുള്ള ആ ഒരു ഇമാജിനറി ലൈൻസിനെ പറ്റി നോക്കാം. To start with, we'll start with latitudes. Okay, latitudes. So എർത്തിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നത് എർത്തിന് ചുറ്റുന്ന ഒരു വി ആർ ഹാവിങ് സർക്കിൾസ് വിച്ച് ആർ സറൗണ്ടിങ് ദ എർത്ത്, അല്ലെ? ആ ഒരു രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. സോ സർക്കിൾസ് വിച്ച് ആർ സറൗണ്ടിങ് ദ എർത്ത് വിച്ച് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഇക്വേറ്റർ എൻഡിങ് ടുവേർഡ്സ് ദ പോൾസ്, അല്ലെ? ഇക്വേറ്ററിൽ 0 ഡിഗ്രിയിൽ തുടങ്ങി പോൾസിൽ 90 ഡിഗ്രിയിൽ വന്ന് അവസാനിക്കുന്ന ഒരു സർക്കുലേറ്റിംഗ് ലൈൻസ് അറൌണ്ട് എർത്ത്, അതാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. സോ അതിനുപരി നമ്മുടെ ലാറ്റിറ്റ്യൂഡിന് നമ്മൾ പല ഡിഗ്രിയുടെ പേരിലാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇക്വേറ്ററിൽ 0 ഡിഗ്രി, അത് കഴിയുമ്പോൾ 10, 20, 30, 40, 50, അറ്റ് ലാസ്റ്റ് പോൾസിൽ എത്തുമ്പോൾ 90 ഡിഗ്രി. സോ എന്താണ് ആ ഡിഗ്രി എന്നുള്ളതിന്റെ സിഗ്നിഫിക്കൻസ്? വെറുതെ നമ്പേഴ്സ് കൊടുക്കാതെ വൈ ഡിഗ്രി? സോ അതാണ് ബേസിക്കലി ലാറ്റിറ്റ്യൂഡിന്റെ ഒരു ഉദ്ദേശവും. അതായത് ലാറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ നമ്പർ. It is the angular distance of a place north or south of equator measured in degrees from the center of earth. For example, okay, suppose ഇത് എർത്തിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഇസ് എ സെന്റർ പോയിന്റ് ഓഫ് എർത്ത്, ഇതാണ് ഇക്വേറ്റർ.
സോ ഇക്വേറ്ററിൽ നിന്ന് നമ്മളൊരു 10 ഡിഗ്രി ലൈൻ വരച്ചു. ഈ 10 ഡിഗ്രി ലൈൻ എർത്തിന്റെ സർഫസിൽ മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് കൂടെ ആയിരിക്കും 10 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് കടന്നു പോകുന്നുണ്ടാവുക. ഓർ 30 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും ഇവിടെ ആംഗിൾ, അതായിരിക്കും ഇവിടുത്തെ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഓർ ഇഫ് യു ആർ drawing like this, that means perpendicular line 90 degree, it will be meeting at the poles. So latitude is the angular distance of a place north or south of the equator measured in degrees from center of earth. As the earth is slightly flattened at the poles, the linear distance of a degree of latitude at the pole is longer than that at the equator. അതായത് ഈ പോൾസിന് അടുത്തേക്ക് പോകുന്നതോറും എർത്ത് ഫ്ലാറ്റൻഡ് ആവുന്നതുകൊണ്ട് തന്നെ പോൾസിന്റെ അവിടെ കിട്ടുന്ന ലീനിയർ ഡിസ്റ്റൻസ്, ഒരു ഡിഗ്രിയിൽ നിന്ന് കവർ ആവുന്ന ലീനിയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്ററിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. സോ ഇതാണ് ബേസിക്കലി എന്താണ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ലാറ്റിറ്റ്യൂഡിനെ പറ്റി കുറച്ച് അവരുടെ ക്യാരക്ടറിസ്റ്റിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, okay, so you can see latitudes, they are also known as parallels because എല്ലാ ലാറ്റിറ്റ്യൂഡും they are parallel to each other. അതായത് they never meet or they are equidistant എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. And they are running in east west direction. Okay, they are running in east west direction. And also they measures distance north or south from equator. അതായത് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലേസ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണെന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വി കുഡ് ഹാവ് ആൻ അപ്രോക്സിമേറ്റ് ഐഡിയ ഹൗ ഫാർ ഇറ്റ് ഈസ് ഫ്രം ദി ഇക്വേറ്റർ. അല്ലെ, ഇക്വേറ്ററിന് എത്ര ദൂരെയാണോ നിൽക്കുന്ന ഒരു ഐഡിയ കിട്ടും. ആൻഡ് ദേ ആർ പാരലൽ ടു വൺ അനദർ ആൻഡ് നെവർ മീറ്റ്. ഓക്കെ, 0 ഡിഗ്രിയും 10 ഡിഗ്രിയും അതെവിടെയും പോയി മീറ്റ് ചെയ്യുന്നില്ല, പാരലായിട്ട് തന്നെ റൺ ചെയ്യുന്നു. ദേ ക്രോസ് ദ പ്രൈം മെറിഡിയൻ അറ്റ് റൈറ്റ് ആംഗിൾസ്. എന്താണ് പ്രൈം മെറിഡിയൻ എന്ന് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് പഠിക്കുമ്പോൾ പറയാം. ബട്ട് ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ആ പ്രൈം മെറിഡിയനെ റൈറ്റ് ആംഗിൾസിൽ കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ശ്രദ്ധിക്കുക, ദേ ഗെറ്റ് ഷോർട്ടർ ടുവേർഡ്സ് ദ പോൾസ് വിത്ത് ഓൺലി ദ ഇക്വേറ്റർ ദ ലോങ്സ്റ്റ് ഗ്രേറ്റ് സർക്കിൾ. അതായത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സർക്കിൾസ് ആണ്. പക്ഷെ ആ സർക്കിൾസിന്റെ സർക്കംഫറൻസ് എല്ലാ ലാറ്റിറ്റ്യൂഡിനും സെയിം അല്ല. നോക്കൂ, ഇക്വേറ്ററിലാണ് എർത്തിന്റെ ഏറ്റവും റേഡിയസ് കിടക്കുന്ന ഭാഗം. സോ അവിടുത്തെ സർക്കിളിനായിരിക്കും ഏറ്റവും കൂടുതൽ സർക്കംഫറൻസ്. ഓർ ഇക്വേറ്റർ ഈസ് ഗോയിങ് ടു ബി ദ ലോങ്സ്റ്റ് ലാറ്റിറ്റ്യൂഡ്. പോൾസ് നോക്കുമ്പോൾ നോക്കൂ, പോൾസിന്റെ അവിടെ ഒരു കംപ്ലീറ്റ് സർക്കിൾ ഈ ഒരു ഇമേജിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് സർക്കിൾ ഓർ ഷോർട്ടസ്റ്റ് സർക്കംഫറൻസ് ഉള്ള സർക്കിൾ. So we can say that as we are moving from equator to poles, the length of latitude decreases, or we can say that they are getting shorter. അതായത് ആ ഡിഗ്രി 10 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി എന്ന് പറഞ്ഞ വാല്യൂ കയറുമ്പോൾ ആ ലാറ്റിറ്റ്യൂഡിന്റെ സർക്കംഫറൻസ് എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരും. സോ ജസ്റ്റ് റിമെമ്പർ ദീസ് പോയിന്റ്സ്. ഓക്കെ, ആൻഡ് ലാറ്റിറ്റ്യൂഡിന്റെ കേസിൽ സം ഇമ്പോർട്ടൻറ്റ് പാരലൽസ് ഉണ്ട്. I mean important latitudes. We have the 0 degree latitude equator എന്നാണ് പറയുക, എല്ലാവർക്കും അറിയാമായിരിക്കും. ആൻഡ് കുറച്ച് ഓഡ് നമ്പേഴ്സ് ലൈക്ക് 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി സൗത്ത്. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും 23.5 ഡിഗ്രി സൗത്തിൽ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നും പറയും. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു റൗണ്ട് ഫിഗർ അല്ലാത്തൊരു നമ്പർ നമ്മൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ലാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ കാരണം? ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് 23.5 ഡിഗ്രി എന്നൊരു വാല്യൂ നമ്മൾ മുൻപേ മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, അത് എവിടെയാണ് നോർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതും അതും തമ്മിൽ എന്ത് റിലേഷൻ ഉണ്ടോ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി അറ്റ് 66.5 ഡിഗ്രി നോർത്ത് വി ആർ ഹാവിംഗ് ആർട്ടസ് സർക്കിൾ, ആൻഡ് 66.5 ഡിഗ്രി സൗത്ത് വി ആർ ഹാവിംഗ് അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വൈ ദാറ്റ് ഓഡ് നമ്പർ ഈസ് ടേക്കൺ എന്നുള്ള കാര്യം നമുക്കിനി വരുന്ന വീഡിയോസിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി ലാറ്റിറ്റ്യൂഡ്സ്. Now longitudes. Okay, so longitudes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are the lines which are running from north to south or north pole to south pole. So longitude is shown as a series of semicircles that run from pole to pole passing through the equator. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് റൺ ചെയ്യുന്ന ലൈൻസ് വിച്ച് ആർ കട്ടിംഗ് ഇക്വേറ്റർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറയുന്നതാണ് എന്താ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സിന്റെ കേസിൽ നമ്മൾ 0 ഡിഗ്രി എടുത്തത് എർത്തിന്റെ സെന്റർ അല്ലെങ്കിൽ ആ ഇക്വേറ്ററിൽ നിന്ന് ഭാഗത്ത് ലൈൻ ആയിരുന്നു. ബട്ട് ലോഞ്ചിറ്റ്യൂഡിൽ എങ്ങനെ നമുക്കൊരു 0 ഡിഗ്രി എടുക്കാൻ പറ്റും? ഇക്വേറ്റർ പോലൊരു പോസിബിലിറ്റി ഇല്ല. സോ വാട്ട് വി ഡിഡ് വാസ് ലണ്ടനിൽ
ഗ്രീൻവിച്ചിലുള്ള റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിൽ കൂടെ കടന്നു പോകുന്ന മെറിഡിയനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ 0 ഡിഗ്രി എന്ന് വിളിച്ചു. അവിടെ നിന്ന് 0 ഡിഗ്രിയിൽ നിന്ന് 10, 20, 30, 40 അപ് ടു 180 ഡിഗ്രി ഈസ്റ്റിലേക്കും അതേപോലെ 180 ഡിഗ്രി വെസ്റ്റിലേക്കുമാണ് ഈ പറഞ്ഞിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് റൺ ചെയ്യുന്നത്. So here prime meridian or 0 degree is the meridian which is passing through Royal Astronomical Observatory in Greenwich, London. So we'll see some facts regarding longitudes. Okay, they are also known as meridians and they run in north-south direction. Okay, so latitude ആണെങ്കിൽ east west, longitude ആണെങ്കിൽ north south. Latitude ആണെങ്കിൽ parallels, longitude ആണെങ്കിൽ meridians. They measure distance east or west of the prime meridian. Okay, longitude measure distance east or west of prime meridian. Latitude measure the distance north or south of equator. They are farthest apart at equator and meet at poles. That's something important. That means ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം അല്ല. You can see along the equator they are having a longer distance. They are farthest apart at the equator and meet at poles. അതായത് രണ്ട് ലോഞ്ചിറ്റ്യൂഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും യൂണിഫോം അല്ല. Along the equator they are far away, but as we are moving towards the poles the distance between them decreases. Okay, so they are farthest apart at the equator and meet at poles. So നിങ്ങൾക്ക് ജസ്റ്റ് രണ്ട് ലോഞ്ചിറ്റ്യൂഡ് തമ്മിൽ ഡിസ്റ്റൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ബിറ്റ്വീൻ അറ്റ് ദി ഇക്വേറ്റർ രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ്സ് തമ്മിലുള്ള ദൂരം കൂടുതലാണ്. പോൾസിലേക്ക് പോകുന്നവരും കുറഞ്ഞ് ദേ മീറ്റ് ആൻഡ് ദേ ക്രോസ് ദ ഇക്വേറ്റർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, ഇവിടെ ഒരു ഇക്വേറ്റർ വരയ്ക്കുകയാണെങ്കിൽ ദേ ആർ ക്രോസിങ് ഇറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ദേ ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഓക്കെ, നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ദേ ആർ നോട്ട് ഈക്വൽ. ഇക്വേറ്റർ ആണ് ലെങ്തിയസ്റ്റ് വൺ, അവിടുന്ന് പോൾസിലേക്ക് പോകുന്നവരും കുറഞ്ഞു വരുന്നു. ബട്ട് ഹിയർ ഇൻ ദ കേസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ദേ ആർ ഓഫ് ഈക്വൽ ലെങ്ത് and they are halves of great circle or semicircles. Okay, so just to latitude longitude തമ്മിലുള്ള comparison എപ്പോഴും മനസ്സിൽ വെക്കുക. Okay, so we are taking latitude then longitude ആണെങ്കിൽ in latitude they are called parallels, longitude meridians. Latitude they are running from east to west or east west direction, longitude north south direction. Okay, latitude measures distance north or south of equator, longitude east or west of prime meridian. Latitudes they are equidistant. Okay, they are equidistant from each other, they never meet. But longitudes they are farthest away at equator and meet at poles. Okay, latitudes they are not of equal length, their length decreases or circumference decreases as we are moving from equator to poles. Longitudes they are in equal length. Latitudes they are full circles, longitudes are semicircles. So these are some points regarding latitudes and longitudes. So as we were talking about lines, ഒരു പെർട്ടിക്കുലർ ലൈനെ കൂടി പറ്റി പറഞ്ഞില്ലെങ്കിൽ നമുക്കത് ഇൻകംപ്ലീറ്റ് ആയി പോകും. ദാറ്റ് ഈസ് ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ when you are taking a long flight, we start from one place at one particular date and we reach the destination at some other date. അല്ലെ, നമ്മൾ യാത്ര തുടങ്ങി മറ്റൊരു ഡേറ്റിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ടാവുക. സോ എവിടെ വെച്ചാണ് ആ ഡേറ്റിന് മാറ്റം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ ഭാഗം ക്രോസ് ചെയ്യുമ്പോഴാണ് ആ ഡേറ്റിൽ മാറ്റം വരുന്നത്. സോ ദാറ്റ്സ് വാട്ട് ദിസ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഡീൽസ് അബൌട്ട്. സോ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദി പസഫിക് ഓഷ്യൻ. ഓക്കെ, പസഫിക് ഓഷ്യനിലൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ്. ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ദ ഡേറ്റ് ചേഞ്ചസ് ബൈ എക്സാക്ട്ലി 1 day when it is crossed. അപ്പോൾ പസഫിക് ഓഷ്യനിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ, ആ ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ ഡേറ്റ് എക്സാക്ട്ലി മാറ്റം വരുന്നത്. സോ നിങ്ങൾ ഈ മാപ്പിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 6-zag ലൈൻ കാണാം. അലോങ് പസഫിക് ഓഷ്യൻ യു ക്യാൻ സി എ 6-zag ലൈൻ. സോ ദിസ് 6-zag ലൈൻ ഈസ് ഷോയിങ് ദിസ് ഓർ ഇറ്റ് ഈസ് റെപ്രസെന്റിങ് ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. സോ എപ്പോഴാണോ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്തത് അപ്പോൾ ആക്ച്വലി ഒരു ഡേക്ക് വ്യത്യാസം വരുന്നു. സോ എങ്ങനെയാണ് ആ വ്യത്യാസം വരുന്നത്, ഓർ വാട്ട് ഈസ് ദ ബേസിക്, ഓർ ഏത് ഡയറക്ഷനിൽ നിന്ന് പോകുമ്പോഴാണ് ഒരു ഡേ മാറുന്നത് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എ ട്രാവലർ ക്രോസിംഗ് ദ ഡേറ്റ് ലൈൻ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ലൂസസ് എ ഡേ ആൻഡ് വൈൽ ക്രോസിംഗ് ദ ഡേറ്റ് ലൈൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഗെയിൻസ് എ ഡേ. അതായത് ഒരു ട്രാവലർ
ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന്, ഓക്കെ, സപ്പോസ് ദിസ് ഈസ് ഈസ്റ്റ്, ദിസ് ഈസ് വെസ്റ്റ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ he loses a day. If he is traveling from west to east, he gains a day. ഓക്കെ, എന്താണ് ഈ ലൂസ് ഗെയിൻ? അതായത് ഫോർ എക്സാമ്പിൾ ഒരാള് ഈസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 25th ഡിസംബറിനാണെങ്കിൽ വെസ്റ്റിൽ അദ്ദേഹം എത്തുന്നത് 27th ഡിസംബറിലായിരിക്കും. സോ 26th ഡിസംബർ എവിടെ പോയി എന്നറിയില്ല. ദാറ്റ്സ് വാട്ട് വി മീൻ ബൈ ലോസ് എ ഡേ. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് 24 മണിക്കൂർ പോയെന്നല്ല, ആ ഒരു ഡേറ്റ് സ്കിപ്പായി പോകും. സിമിലർലി when he's traveling from west to east, if he's starting from 25th December itself, 25th ഡിസംബറിൽ തന്നെ കേസ് എടുക്കുകയാണ്, he will be landing in 25th December. സോ അവർ ഫ്ലൈ ചെയ്യുന്ന ഒരു 20 hours ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ കൂടി അവർ ആ പെർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ അവിടെ ലാൻഡ് ചെയ്യും. ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ് ബൈ he gains a day. സോ ഇതാണ് ഇന്റർനാഷണൽ ഡേ ലൈൻ. ആൻഡ് ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈ ഒരു സിക്സാഗ് ആവാൻ കാരണം, ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ കൂടെ അത് പാസ് ചെയ്ത് പോകും. സോ ഒരു കൺട്രിയിൽ തന്നെ 2 ഡേറ്റ് വരുന്ന അവസ്ഥ വരും. ഓക്കെ, സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഓഷ്യനിൽ കൂടെ തന്നെ പാസ് ചെയ്യുമെന്ന് ഉറപ്പുവരുത്താണ് ഇങ്ങനെ സിക്സാഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഫിഗർ റെപ്രസെന്റേഷൻ. ഇഫ് യു ആർ ട്രാവലിംഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, ഗെയിൻസ് എ ഡേ. ഈസ്റ്റ് ടു വെസ്റ്റ്, loses a day. Okay, one more thing regarding the time zones. Okay, സാധാരണ നമുക്കൊരു ടൈം സോൺ, നമ്മളൊരു ടൈം മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ടേമാണ് GMT എന്നുള്ളത്, അല്ലെ? ഗ്രീൻവിച്ച് മീൻ ടൈം. ഓക്കെ, ഗ്രീൻവിച്ച് മീൻ ടൈം അതായത് ഈ പ്രൈം മെറിഡിയൻ, ഈ റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ചിൽ കൂടെ കടന്നു പോകുന്ന പ്രൈം മെറിഡിയന്റെ ടൈമിനെയാണ് നമ്മൾ GMT അഥവാ ഗ്രീൻവിച്ച് മീൻ ടൈം എടുക്കുന്നത്. സോ അതൊരു ബെഞ്ച് മാർക്ക് ആണ്. സോ വി ആർ കാൽക്കുലേറ്റിംഗ് ദ ടൈം ഓഫ് ഡിഫറെന്റ് കൺട്രീസ് ബേസ്ഡ് ഓൺ ദാറ്റ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നമ്മളൊരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്, അല്ലെ? അതായത് 82.5 ഡിഗ്രി ഈസ്റ്റ്, അലഹാബാദിൽ കടന്നു പോകുന്ന മെറിഡിയൻ, അതാണ് ഇന്ത്യയുടെ മെറിഡിയൻ. സോ വാട്ട് ഇസ് ദ ടൈം ഇൻ ദാറ്റ് മെറിഡിയൻ? ദാറ്റ് ഇസ് ദ ടൈം ഓഫ് ഇന്ത്യ. ആ ഒരു കോൺസെപ്റ്റിലാണ്. സോ ഇറ്റ്സ് ബേസിക്കലി നമ്മൾ കേൾക്കുന്നുണ്ടാവും GMT. ഓക്കെ, ഇന്ത്യൻ ടൈം പറയുമ്പോൾ യൂഷ്വലി സേ GMT plus 5 hours and 30 minutes എന്ന്. സോ GMT plus 5 hours and 30 minutes ആണ്. സോ അതാണ് ആ ഒരു 82.5 ഡിഗ്രി ഈസ്റ്റിൽ കൂടെ പോകുന്ന ടൈം. സോ ദാറ്റ്സ് ദ ടൈം ദാറ്റ് വി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരത്തിലൊരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉള്ളപ്പോൾ തന്നെ മറ്റു രാജ്യങ്ങൾ, ഇപ്പൊ റഷ്യ പോലുള്ള ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻഷൻ ധാരാളമുള്ള രാജ്യങ്ങളിൽ ദേ ഹാവ് മൾട്ടിപ്പിൾ ടൈം സോൺസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആക്ച്വലി മൾട്ടിപ്പിൾ ടൈം സോൺസിന് ആവശ്യമുണ്ടോ? ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് വി നോ ദാറ്റ് നമ്മുടെ ഒരു ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് അരുണാചൽ പ്രദേശും ഒരു വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഗുജറാത്തുമാണ്. സോ സപ്പോസ് സൺ റൈസസ് ഗുജറാത്തിൽ സൺ റൈസ് ചെയ്യുന്നത് സപ്പോസ് ഇറ്റ്സ് അറൌണ്ട് 6 AM 6 മണിക്കാണെങ്കിൽ, ഓർക്കുക നമ്മൾ ഇന്ത്യയിൽ ഫുള്ള് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ്. അപ്പോൾ ഗുജറാത്തിൽ 6 മണിക്ക് 6 AM സൂര്യൻ ഉദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അരുണാചൽ പ്രദേശിൽ 4 മണിക്ക് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും. അതായത് സൺറൈസും സൺസെറ്റും തമ്മിൽ അറൌണ്ട് 2 hours ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതുപോലെ തന്നെ ഗുജറാത്തിൽ 6 PM സൂര്യൻ അസ്തമിക്കുന്നതെങ്കിൽ അരുണാചൽ പ്രദേശിൽ 4 PM അസ്തമിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാവും? ഒരൊറ്റ ടൈം സോൺ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നമാണ്. സോ ഡു ഇന്ത്യ റിയലി നീഡ് എ സെക്കൻഡ് ടൈം സോൺ? ഓക്കെ, രണ്ടാമതൊരു മെറിഡിയൻ എടുത്ത് ടൈം സോണിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ഗുണങ്ങൾ എന്തായിരിക്കും, ദോഷങ്ങൾ എന്തായിരിക്കും? ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ട് തന്നതാണ്. Okay, so this is regarding the important lines, the movement of Earth. So we'll stop the video here. Thank you.